ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചെങ്കടലിൽ യമനിലെ ഹൂതി വിമതർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തെ പ്രതിരോധിച്ച് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും നാവികസേനകൾ യമനിലെ തുറമുഖ നഗരങ്ങളായ ഹൊദൈദ, മൊക്ക എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്നലെ രാത്രി ഹൂതി സംഘം 18 ഡ്രോണുകളും 3 മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് US സൈന്യം സ്ഥിരീകരിച്ചു. നവംബർ 19 ശേഷമുള്ള 26ാമത്തെ ആക്രമണമാണിത്. ഹൂതികളുടെ ആക്രമണ ഡ്രോണുകൾ നശിപ്പിച്ചതായി ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് പറഞ്ഞു. ആളപായമോ നാശനഷ്ടങ്ങളോ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. US-ഉം UK-യും ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ 10 രാജ്യങ്ങളും ഉടൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 20 രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അമേരിക്ക ഉണ്ടാക്കിയ ഹൂതികൾക്കെതിരെയുള്ള ഒരു സഖ്യസേനയും നിലവിലുണ്ട്. അവരും ഇപ്പോൾ ഹൂതികളെ പ്രതിരോധിക്കാൻ ഇറങ്ങുകയാണ്. യമനിലെ വിമത വിഭാഗമായ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള എണ്ണവില വർദ്ധിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ലോകം. കഴിഞ്ഞ ദിവസം ബ്രെന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $1.40 ഉയർന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം ചെങ്കടലിലൂടെയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി എണ്ണ വ്യവസായ ഭീമന്മാരായ BP ആണ് പ്രഖ്യാപിച്ചത്. കൂടാതെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കുമെന്ന റഷ്യയുടെ പ്രഖ്യാപനവും ആശങ്കയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഹമാസിനുള്ള ഐക്യദാർഢ്യമെന്ന നിലയ്ക്കായിരുന്നു ഹൂതികളുടെ ഈ നീക്കം. അതിന്റെ ഭാഗമായി ഇസ്രായേൽ തുറമുഖങ്ങളിൽ നിന്ന് പോകുന്നതും വരുന്നതുമായ എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നും ഹൂതി വിഭാഗം ഇക്കഴിഞ്ഞ ഡിസംബർ 9 ഭീഷണി മുഴക്കിയിരുന്നു. അതിന് പിന്നാലെ ഡിസംബർ 15 ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ MSC പാലാറ്റിയം 3 അതിനു നേരെയും ഹൂതി വിഭാഗം ആക്രമണം നടത്തി. ഇത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഡിസംബർ 15 ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ 3 പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ CMA, CGM, ഹാപ്പഡ് ലോയിഡ്, അതുപോലെ മെയ്സക് എന്നിവർക്കൊപ്പം ചെങ്കടലിലൂടെയുള്ള പ്രവർത്തനം നിർത്തിവെക്കുന്നതായി MSC അറിയിച്ചിരുന്നു. ഈ 4 കമ്പനികളാണ് ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ 53% കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാനും കാരണം. ഇതിനെല്ലാം പുറമെയാണ് എണ്ണ വ്യവസായ ഭീമന്മാരായ BP-യും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. മറ്റു വൻകിട എണ്ണ കമ്പനികളും ഈ ട്രെൻഡ് പിന്തുടർന്നാൽ എണ്ണവില ഉയരുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ഏതാണ്ട് എറിട്രിയയെയും ജിബൂട്ടിയെയും വേർതിരിക്കുന്ന ചെങ്കടലിലെ ബാബൽ മന്ദബ് കടലിടുക്കിൽ വെച്ച് 13 വാണിജ്യ കപ്പലുകളാണ് ഇതുവരെ ഹൂതികൾ ആക്രമിച്ചത്. ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 12% നടക്കുന്നത് ചെങ്കടൽ മേഖലയിലൂടെയുള്ള സൂയസ് കനാൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ചെങ്കടൽ വഴിയുള്ള വ്യാപാരപാത ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെയുള്ള ഏക വഴി ആഫ്രിക്ക ചുറ്റി വരിക എന്നതു മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വാണിജ്യ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടതായി വരും. ഇത് ചരക്ക് വിതരണത്തിൽ കാലതാമസം ഉണ്ടാക്കുകയും ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എണ്ണയും ഡീസൽ ഇന്ധനവും പോലെയുള്ള യൂറോപ്പിന്റെ ഊർജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ഈ ജലപാതയിലൂടെയാണ് വരുന്നത്. അതിന് തടസ്സം നേരിടുന്നതോടെ യൂറോപ്പിൽ വിലക്കയറ്റത്തിനും ഊർജ പ്രതിസന്ധിക്കും വഴിവെച്ചേക്കും. ഇത് ഇന്ത്യയെയും വളരെ സാരമായ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. 2021 കണക്ക് പ്രകാരം സൂയസ് കനാലിലൂടെ ഏകദേശം $200 ബില്യൺ മൂല്യമുള്ള വ്യാപാരമാണ് ഇന്ത്യ നടത്തുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം അത് വീണ്ടും വർദ്ധിച്ചിരിക്കാനാണ് സാധ്യത. യൂറോപ്പിലേക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ കയറ്റുമതിയും ഇന്ത്യയിലേക്കുള്ള ക്രൂഡിന്റെ ഇറക്കുമതിക്കും പ്രധാനമായി ആശ്രയിക്കുന്നത് ഈ പാതയെയാണ്.
കെപ്ലറിന്റെ രേഖകൾ പ്രകാരം നവംബറിൽ ഇന്ത്യയുടെ പ്രതിമാസ റഷ്യൻ എണ്ണ ഉപഭോഗം മുൻ മാസത്തേക്കാൾ 9% ഉയർന്നിട്ടുണ്ട്. ഈ കയറ്റുമതി അത്രയും സൂയസ് കനാൽ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്കടൽ പാതയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ എണ്ണ വിലയെ വളരെ സാരമായ രൂപത്തിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം കടുപ്പിച്ചതോടെ ലോകത്തെ മുഴുവനും അത് വ്യാപിച്ചു എന്നതിനിടയിൽ ഇസ്രയേലിലെ എയ്ലാത്ത് തുറമുഖത്തിലെ വ്യാപാരത്തില് 85% ഇടിവ് കണ്ടു. ഇസ്രയേലിനെതിരെ തന്നെയാണ് ഹൂതികൾ പടപ്പുറപ്പാട് പുറപ്പെടുവിച്ചതെങ്കിലും ലോകത്തെ മുഴുവനും ചെങ്കടൽ ബാധിച്ചിരിക്കുകയാണ്. ചാവുകടൽ വഴിയുള്ള കാർ ഇറക്കുമതിയും പൊട്ടാഷ് കയറ്റുമതിയുമാണ് പ്രധാനമായും എയ്ലാത്ത് തുറമുഖം വഴി നടക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിലുള്ള ഇസ്രായേൽ തുറമുഖങ്ങളാണ് ഹൈഫ, അഷ്ദൂദ്. ഇവയെ അപേക്ഷിച്ച് ചെറിയ തുറമുഖമാണ് എയ്ലാത്ത്. ജോർദാനിലെ ഏക തീരദേശ പ്രവേശന കേന്ദ്രമായ അക്കാബയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന എയ്ലാത്ത് സൂയസ് കനാൽ വഴിയല്ലാതെ കിഴക്കൻ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രയേലിന് വഴിയൊരുക്കുന്ന പ്രധാന തുറമുഖമാണ്. ഹൂതി ആക്രമണത്തെ തുടർന്ന് കപ്പലുകൾ വഴിതിരിച്ചു വിടാനുള്ള തീരുമാനം തുടക്കത്തിൽ തന്നെ പ്രതികൂലമായി ബാധിച്ച തുറമുഖമാണ് എയ്ലാത്ത്. നിലവിൽ പൊട്ടാഷ് കയറ്റുമതി ചെയ്യുന്ന ഏതാനും ചെറിയ കപ്പലുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതും അധികകാലം തുടരാനാകുമെന്ന് കരുതുന്നില്ല. താമസിയാതെ ഒരു കപ്പൽ പോലും വരാത്ത തുറമുഖമായി എയ്ലാത്ത് മാറുമെന്നും സിഇഒ ജിദിയോൻ ഗോർബൻ പറഞ്ഞു. ചെങ്കടലിലൂടെയുള്ള വഴി ഒഴിവാക്കിയാൽ ആഫ്രിക്കയുടെ തെക്കൻ തീരം വഴി ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ കപ്പലുകൾക്ക് മെഡിറ്ററേനിയൻ എത്താൻ പറ്റൂ. ഇത് 2-3 ആഴ്ചയിലധികം സമയമെടുക്കും. തന്നെയുമല്ല, ഇതിന് ഭാരിച്ച ചിലവും വേണ്ടിവരുമെന്നാണ് ഇസ്രായേൽ അധികൃതർ പറയുന്നത്. ലോകരാജ്യങ്ങളുടെ സകലമാന പ്രതിനിധികളും ഒരുമിച്ച് ഹൂതികളെ നേരിടാൻ ചെങ്കടലിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും US-ഉം UK-യുമാണ് ഹൂതികളെ തളയ്ക്കാൻ രംഗത്തുള്ളതെങ്കിലും മുൻപന്തിയിൽ തന്നെ ഇസ്രയേലുമുണ്ട്. പിടിവിടാതെ ഹൂതികൾ വീണ്ടും ചെങ്കടലിനെ വരിഞ്ഞു മുറുക്കുവാണ്. മറുഭാഗത്ത് പ്രതിരോധം ഇരട്ടിക്കുമ്പോഴും ഒരടി പോലും പിന്നോട്ടില്ലാതെ ഹൂതികൾ വച്ചകാലു മുന്നോട്ട് തന്നെ. ഇസ്രയേലിന് പിന്തുണയുമായി ചെങ്കടലിൽ നിലകൊള്ളുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലായ USS ഐസനോവറിന് നേരെ കനത്ത റോക്കറ്റ് ഡ്രോൺ ആക്രമണവുമായി യമനിലെ ഹൂതികൾ രംഗത്തിറങ്ങി. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഇതുവരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇത്. തിരിച്ചടിച്ച US-UK സഖ്യസേന യുദ്ധക്കപ്പലുകൾ 18 ഡ്രോണുകളും 3 മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി അവകാശപ്പെട്ടു. ഹൂതി ആക്രമണം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കനത്ത വില നൽകേണ്ടി വരുമെന്നും UK പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാബ്സ് മുന്നറിയിപ്പ് നൽകി. അതിനെ തന്ത്രപൂർവ്വം അവഗണിക്കുകയാണ് ഹൂതികൾ പുതിയ യുദ്ധമുഖം തുറക്കരുതെന്ന് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗിഡോ ക്രൊസറ്റോയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ ഇസ്രായേൽ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള ഹൂതി ആക്രമണത്തെ തുടർന്ന് നിരവധി കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവച്ചിരിക്കുന്നത്. കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യസേന രൂപവൽക്കരിച്ചിരുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ട് കപ്പൽ വേധ ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത്. കപ്പലിന് നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും ആർക്കും പരിക്കില്ലെന്നും US സെൻട്രൽ കമാൻഡ്സ് അറിയിച്ചു. USS ഐസനോവറിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനങ്ങളും UK യുദ്ധക്കപ്പലായ HMS ഡയമണ്ടും ചേർന്നാണ് മിസൈലുകളും ഡ്രോണുകളും തകർത്തതെന്ന് ഗ്രാൻഡ് ഷാബ്സ് അറിയിച്ചു. അതിനിടയിൽ ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ മരണം 23,357 ആയി. 24 മണിക്കൂറിനിടയിൽ 147 പേരാണ് വീണ്ടും മരിച്ചത്. 59,410 പേർക്ക് പരിക്കുണ്ട്. ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടെ കരയുദ്ധം ആരംഭിച്ചതു മുതൽ മരിച്ച IDF അംഗങ്ങളുടെ എണ്ണം 186 ആയി. മധ്യ ഗാസയിലെ മഗാസിയിൽ 15 ഭൂഗർഭ അറകൾ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു.
ലെബനനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. ഗാസയിൽ 15 ആശുപത്രികൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യ പര്യടനം നടത്തുന്ന US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി റാമല്ലയിൽ ചർച്ചയും നടത്തി. യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ചെയ്യുന്നത്. നന്ദി.